ബേസിൽ അഭിനയിക്കുമ്പോൾ ബേസിൽ ഇച്ചിരി ഓവറാവാണെങ്കിൽ പാളുകയാണെങ്കിൽ ഞാൻ ബേസിൽ ഹായ് ഓൾ ദിസ് ഈസ് കോക്ക് ബേസിൽ തീരെ വയ്യ എന്ന് പറയുന്നൊരു സാധനം ഡയലോഗ് പറയുമ്പോൾ ഓ പാളി എന്നുകൊണ്ട് ബേസിൽ ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യും. റിവ്യൂ പറയുന്നവർ ഒരു കളക്റ്റീവ് ആൾക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ കൊളിൽ എന്ന് പറഞ്ഞാൽ അത് ആ കൊളിൽ എന്ന് പറഞ്ഞ് ശരി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ കമൻസും എല്ലാവരുടെ റിവ്യൂ ഞാൻ വായിക്കുന്നുണ്ട്. എത്ര മോശമെന്ന് പറഞ്ഞാലും ഞാൻ അത് കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. കാര്യം ഓഡിയൻസ് പാൾസ് അറിയണമല്ലോ. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. ഞാൻ ആളുകളെ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല. കാര്യം അവരെന്നെക്കാൾ സിനിമ കാണുന്നവരാണ്, എന്നെക്കാൾ വിവരമുള്ളവരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പൾസ് എനിക്കറിയണം. അതുകൊണ്ട് ഞാൻ എന്തായാലും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. അവരെല്ലാം കാണും, ഞാൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം കാണും, എല്ലാ റിവ്യൂ. ഞാൻ ജയജയുടെ ഒക്കെ ഈ പറഞ്ഞ അന്താക്ഷരൊക്കെ എല്ലാ റിവ്യൂ കണ്ടിട്ടുണ്ടാവും. ഈവൻ ബംഗാളീസ്, ശ്രീലങ്കൻ ഭാഷയിലുള്ള, സ്പാനിഷ് ഭാഷയിലുള്ള റിവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ജയജയുടെ. എങ്ങനെയാണെന്ന് അറിയാം, എങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നത്, എന്തൊക്കെയാണ് അവർക്ക് മനസ്സിലാവുന്നത് അറിയാൻ അത് എടുക്കാറുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് സന്തോഷവും വരും, ചില സമയത്ത് നമുക്കത് ഓക്കെ ഇതിങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ തോന്നും. ചിലപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ളത് ഉറപ്പായിട്ടും. ഇപ്പം റിവ്യൂ എന്നുള്ളതൊരു വലിയ വിവാദമാകുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതിനെ എങ്ങനെ ഇപ്പം ഒരു റിവ്യൂ വന്നതുകൊണ്ട് സിനിമ മോശമാകും എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ സിനിമയുടെ കളക്ഷനെ ഇത് ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? സിനിമയുടെ കളക്ഷനൊക്കെ അത് ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. പക്ഷേ നമ്മളത് റിവ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം അവർക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്. അപ്പം എൻ്റെ സിനിമകൾ നന്നായിട്ട് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എനിക്കിപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. എൻ്റെ അവിടെ മോശം എന്ന് പറയുമ്പോഴേ എനിക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തമാശരവുമാണ് നമ്മൾ എൻ്റെ എഡീസ് വരുന്ന എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എടാ ഇതാണെങ്കിലേ ഹായ് ഓൾ ദിസ് ഈസ് കോക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി തുടങ്ങുന്നത് പുള്ളിയുടെ രീതിയിൽ റിവ്യൂ പറയും അവരുടെ കഥയെക്കുറിച്ച്. അപ്പോൾ അവർ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനും ബേസിൽ അഭിനയിക്കുമ്പോൾ ബേസിൽ ഇച്ചിരി ഓവറാവാണെങ്കിൽ പാളുകയാണെങ്കിൽ ഞാൻ ബേസിൽ ഹായ് ഓൾ ദിസ് ഈസ് കോക്ക് ബേസിൽ തീരെ വയ്യ എന്ന് പറയുന്നൊരു സാധനം ഡയലോഗ് പറയുമ്പോൾ ഓ പാളി എന്നുകൊണ്ട് ബേസിൽ ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യും. വാർണിംഗ് റിമൈൻഡ്. അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം പുള്ളിയെ പൊക്കി പറയുന്ന പുള്ളി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും. ഇനി പുള്ളി നാളെ എൻ്റെ പടം നെഗറ്റീവായിട്ട് എന്തായാലും പറയും. അപ്പം പ്രത്യേകിച്ച് ഗുരുവായൂരിൻ്റെ എങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇത് വേണമെന്ന് തോന്നി. നമ്മളിപ്പം ഒരാൾ നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ കുറ്റം പറയുന്ന പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പേടി സിനിമാക്കാർക്കുള്ളത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയുണ്ട്. അപ്പോൾ ആ പേടിയുടെ പുറത്ത് ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്.